കൂട്ടുകാരെ, എല്ലാവർക്കും നിജൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. ഈ 5 ചോദ്യങ്ങൾക്ക് നിങ്ങളുടെ ഉത്തരം യെസ് എന്നാണെങ്കിൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആണ് കേട്ടോ. ആ തരത്തിലുള്ള 5 ടോപ്പിക്സിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. തുടക്കത്തിൽ തന്നെ പറയുകയാണ്, യാതൊരു തരത്തിലുള്ള പ്രഗ്നൻസി ലക്ഷണവും ഇല്ലാതെയും പ്രഗ്നൻ്റ് ആകുന്ന ഒരുപാട് പേരുണ്ട്. പ്രഗ്നൻസി ലക്ഷണങ്ങളെന്ന് നമ്മൾ ചിന്തിക്കുന്ന പല ലക്ഷണങ്ങളുമല്ല ഇന്നത്തെ തലമുറയിലുള്ള പല സ്ത്രീകൾക്കും കണ്ടുവരുന്നത്. അവരുടെ ലൈഫ് സ്റ്റൈലിലുള്ള വ്യത്യാസവും അവരുടെ ഫുഡ് ഹാബിറ്റിലുണ്ടാകുന്ന വ്യത്യാസവും കൊണ്ട് വളരെ വിയേർഡായിട്ടുള്ള പ്രഗ്നൻസി ലക്ഷണങ്ങൾ തന്നെ പലർക്കും ഉണ്ടാവാറുണ്ട്. ചില ആളുകൾക്ക് ഡേറ്റ് മിസ്സായി കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഫസ്റ്റ് ട്രൈമസ്റ്ററൊക്കെ പകുതിയാവുന്ന സമയത്തായിരിക്കും ലക്ഷണങ്ങൾ കൂടുതലായിട്ട് കണ്ടുവരുന്നത്. അപ്പോൾ ഞാൻ ഈ പറയുന്ന ഒരു പ്രഗ്നൻസി ലക്ഷണവും നിങ്ങൾക്കില്ലെങ്കിലും നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. നേരെ മറിച്ച് എക്സ്പെക്റ്റഡ് പീരീഡ് ഡേറ്റിൽ ബ്ലീഡിങ് വരുന്നുണ്ടോ എന്ന് മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക. പോകുന്ന രക്തത്തിൻ്റെ അളവ് വളരെയധികം കുറവാണെങ്കിൽ നിങ്ങൾ കാർഡ് ഉപയോഗിച്ചിട്ട് മസ്റ്റായിട്ട് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്തിട്ട് നെഗറ്റീവാണ് കിട്ടുന്നതെങ്കിൽ, നിങ്ങൾക്ക് സ്റ്റിൽ സിംറ്റംസ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. ബ്ലഡ് ടെസ്റ്റിൽ നിങ്ങൾക്ക് നെഗറ്റീവ് ആണെങ്കിൽ അടുത്ത മാസം എങ്ങനെയാണ് നിങ്ങൾക്ക് ബ്ലീഡിങ് വരുന്നതെന്ന് നോക്കുക. പോകുന്ന രക്തത്തിൻ്റെ അളവ് വളരെയധികം കുറവാണെങ്കിൽ നിങ്ങൾ ഡോക്ടറെ പോയി കാണണം. മറ്റേതെങ്കിലും ഹെൽത്ത് കണ്ടീഷൻ നിങ്ങൾക്കുണ്ടോ കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇതിലെ നമുക്ക് ടോപ്പിക്സിലോട്ട് കിടക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഏറ്റവും ആദ്യം തന്നെ സംസാരിക്കുന്നത്, ഓവുലേഷൻ കഴിഞ്ഞിട്ട് 6 to 12 ഡേയ്സിനകത്താണ് നിങ്ങൾക്ക് ഇംപ്ലാന്റേഷൻ ഉണ്ടാകുന്നത്. ഓവുലേഷൻ കഴിഞ്ഞിട്ട് ഒരു മാക്സിമം 1 അവറിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ഫോർട്ടിലൈസേഷൻ അല്ലെങ്കിൽ ബീജസങ്കലനം നടക്കുന്നുണ്ട്. ഈ ബീജസങ്കലനം കഴിഞ്ഞു കഴിഞ്ഞാലും സെൽ ഡിവിഷനൊക്കെ കഴിഞ്ഞിട്ട് ഫലോപ്പിയൻ ട്യൂബ് വഴി യാത്ര ചെയ്ത് നമ്മുടെ യൂട്രസിന്റെ ക്യാവിറ്റിയിലോട്ട് ആ ഒരു ഫോർട്ടിലൈസ്ഡ് ആയിട്ടുള്ള എംബ്രിയോ എത്തി അറ്റാച്ച് ആകുന്നത് ഓവുലേഷൻ കഴിഞ്ഞിട്ട് 6 to 12 ഡേയ്സിനകത്താണ്. 6 മുതൽ 12 ദിവസത്തിനകത്താണ്. ഈ ഡേയ്സ് നമ്മൾ പറയുന്നുണ്ടെങ്കിലും ഏകദേശം 9ാമത്തെയോ ഒരു 10ാമത്തെയോ ദിവസമായിരിക്കും നിങ്ങൾക്ക് ആ ഒരു ഇംപ്ലാന്റേഷൻ നടക്കാനായിട്ട് സാധ്യതയുള്ള ഒരു ടൈം പീരീഡ്. ഈ സമയങ്ങളിൽ നിങ്ങൾക്ക് ഇംപ്ലാന്റേഷൻ സക്സസ്ഫുൾ ആവുകയാണെങ്കിൽ HCG എന്ന് പറയുന്ന ഒരു ഹോർമോൺ അവിടെ പ്രൊഡ്യൂസ് ആകുന്നു. പ്രൊജസ്ട്രോൺ ഹോർമോൺ ഓൾറെഡി നമ്മുടെ ശരീരത്തിലുള്ള ഒരു ഹോർമോണാണ്. ഇതായിരിക്കും നമുക്ക് യൂലൂട്ടിയൽ ഫേസിൽ വേണ്ട ഹോർമോൺ. ഈ ഹോർമോണും നമുക്ക് ഇൻക്രീസ് ആകാനായിട്ട് ചാൻസ് ഉണ്ട്. ഒപ്പം തന്നെ ഈസ്ട്രജൻ ഹോർമോണിൻ്റെ ഒരു ഹൈക്കും നിങ്ങൾക്ക് ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന ഓരോ ലക്ഷണങ്ങൾ നിങ്ങൾക്ക് കണ്ടുവരുന്നത് ഓവുലേഷൻ കഴിഞ്ഞിട്ട് 6 ദിവസത്തിനും 12 ദിവസത്തിനും ഇടയിലും അതുപോലെ ആ 12ാമത്തെ ദിവസത്തിന് പിന്നീട് അങ്ങോട്ടേക്കുള്ള ദിവസങ്ങളിലുമായിരിക്കും നിങ്ങൾക്ക് ഈ ലക്ഷണങ്ങളൊക്കെ കണ്ടുവരുന്നത് കേട്ടോ. ഏറ്റവും ആദ്യത്തെ ലക്ഷണം എന്ന് പറയുന്നത് ടയേർഡ്നെസ് ആണ്. നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് ടയേർഡ്നെസ് ഫീൽ ചെയ്യുന്നുണ്ടോ എന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. അത് ഒരു ദിവസമല്ല, കണ്ടിന്യൂസ് ആയിട്ട് ഓരോ ദിവസവും നിങ്ങളുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിനെ അഫക്റ്റ് ചെയ്യുന്ന രീതിക്ക് നിങ്ങൾക്ക് ടയേർഡ്നെസ് ഉണ്ടാവുന്നുണ്ടോ എന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇപ്പോൾ മഴ സമയമാണ്. ആ മഴ സമയത്ത് ആ ഒരു ക്ലൈമറ്റിൽ പുറച്ചു മൂടി കിടക്കാനായിട്ട് എല്ലാവർക്കും താല്പര്യമുണ്ട്. അതിനെപ്പറ്റി അല്ലാട്ടോ ഉദ്ദേശിച്ചത്. യാതൊരു ജോലിയും ചെയ്യാൻ തോന്നുന്നില്ല. മഴയായാലും ചൂടായാലും ഒന്നും ഒരു ജോലിയും ചെയ്യാൻ പറ്റാത്ത രീതിക്ക് നിങ്ങൾ ടയേർഡ് ആകുന്നുണ്ടോ എന്ന് നോക്കുക. ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രഗ്നൻസി പോസിറ്റീവ് ആകാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. ഒപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്, പ്രൊജസ്ട്രോൺ മെഡിസിൻസ് എടുക്കുന്നവർക്ക് ഈ ലക്ഷണങ്ങൾ മാത്രം വെച്ചുകൊണ്ട് പ്രഗ്നൻസി കൺഫേം ചെയ്യാനായിട്ട് പറ്റില്ല കേട്ടോ. കാരണം പ്രൊജസ്ട്രോൺ ഹോർമോൺ കൂടി വരുന്ന ഒരു സമയത്തും ആ മെഡിസിൻ എടുക്കുന്ന സമയത്തും നിങ്ങൾക്ക് ഈ ലക്ഷണങ്ങൾ ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് പ്രൊജസ്ട്രോണിൻ്റെ മെഡിസിൻ എടുക്കുന്നവർ എക്സ്പെക്റ്റഡ് പീരീഡ് ഡേറ്റ് കഴിഞ്ഞിട്ട് 5 ദിവസം കഴിഞ്ഞ് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ. രണ്ടാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് ഫെയിൻറ്റിങ്. കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് തല കറങ്ങുന്നത് പോലെ അനുഭവപ്പെടുന്നുണ്ടോ? കറങ്ങി വീഴുന്നതല്ല, കറങ്ങുന്നത് പോലെ, നമ്മൾ ഒന്ന് ഫ്രീസായി പോകുന്നത് പോലുള്ള ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടോ എന്ന് നോക്കുക. ഒരുപാട് നേരം നിന്നിട്ട് ജോലി ചെയ്യുന്ന സമയത്തോ കുറേ നേരം ഇരിക്കുന്ന സമയത്തോ ആയിരിക്കും നമുക്ക് ഈ തല കറങ്ങി വീഴുന്നത് പോലെയുള്ള ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത് കേട്ടോ. അടുത്ത ലക്ഷണം എന്ന് പറയുന്നത് ഫ്രീക്വൻ്റ് ആയിട്ടുള്ള യൂറിനേഷനാണ്. മഴ സമയത്ത് നമുക്ക് ഫ്രീക്വൻ്റ് യൂറിനേഷൻ ഉണ്ടാവാനായിട്ട് ചാൻസ് വളരെയധികം കൂടുതലാണ്. അതുപോലെ നമ്മൾ ഒരുപാട് വെള്ളം കുടിച്ചു കഴിഞ്ഞാലും ഫ്രീക്വൻ്റ് യൂറിനേഷൻ നമുക്ക് ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട്. പക്ഷേ ഈ 2 കണ്ടീഷനും നമ്മളൊന്ന് മാറ്റി നിർത്തി കഴിഞ്ഞാൽ നമ്മൾ അധികം വെള്ളം കുടിക്കുന്നില്ല, അല്ലെങ്കിൽ മഴയത്ത് ഒരുപാട് നേരം യൂറിനേറ്റ് ചെയ്യുന്ന ശീലം നമുക്കില്ല, അങ്ങനെയൊക്കെ ഉള്ളവർക്ക് പെട്ടെന്ന് ഇതുപോലെ ഫ്രീക്വൻ്റ് യൂറിനേഷൻ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. അത് പ്രഗ്നൻസി പോസിറ്റീവ് ആയതിൻ്റെ ലക്ഷണം കൂടിയായിരിക്കും കേട്ടോ. ഫ്രീക്വൻ്റ് യൂറിനേഷൻ നമുക്ക് ഉണ്ടാകാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ശരീരം ഒരുപാട് വർക്ക് ചെയ്യുന്നുണ്ട്, നമ്മുടെ കിഡ്നി കൂടുതൽ എഫക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ആ പെട്ടെന്ന് തന്നെ ആ വേസ്റ്റ് ശരീരത്തിൽ നിന്ന് പുറന്തള്ളാനായിട്ട് തുടങ്ങും. അതുപോലെ തന്നെ നമ്മുടെ ശരീരം കൂടുതൽ ആ ഒരു വാട്ടർ റിക്വയർമെൻ്റ് ഒക്കെ ശരീരത്തിൽ കൂടുതലായിട്ട് വരുമ്പോഴേക്കും നമ്മൾ ധാരാളം വെള്ളം കുടിക്കേണ്ട ഒരു പർപ്പസും കൂടി ഇതിലോട്ടേക്ക് ഉണ്ടാകും. അതുകൊണ്ട് നമുക്ക് ഫ്രീക്വൻ്റ് ആയിട്ട് യൂറിനേഷൻ ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. ഫ്രീക്വൻ്റ് യൂറിനേഷൻ കാണുന്നു എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ വെള്ളം കുടിക്കുന്നതിൻ്റെ അളവ് ഒട്ടും തന്നെ കുറയ്ക്കരുത് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ
വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെള്ളം കുടിക്കുന്നതിൻ്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞിലോട്ടുള്ള ന്യൂട്രീഷൻ സപ്ലൈയെയും അത് അഫക്റ്റ് ചെയ്യും. ഡീഹൈഡ്രേഷൻ നമുക്കും അതുപോലെ കുഞ്ഞിനും മറ്റുള്ള അബ്നോർമാലിറ്റീസ് ഉണ്ടാവാനായിട്ടും കാരണമാകും. അതുകൊണ്ട് യൂറിനേറ്റ് ചെയ്യുന്നു എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഒരിക്കലും വെള്ളം കുടിക്കുന്നതിൻ്റെ അളവ് കുറയ്ക്കരുത്. അതോടൊപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക, ഏകദേശം ഒരു വൈകുന്നേര സമയം വരെ മാത്രം നിങ്ങൾ ധാരാളം വെള്ളം കുടിക്കുക. അതിനുശേഷമുള്ള സമയത്ത് നിങ്ങൾ ഒരുപാട് വെള്ളം കുടിക്കാതിരിക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അതുമൂലം നമുക്ക് രാത്രി ഉറക്കം കിട്ടാത്ത സിറ്റുവേഷൻ വരും. കാരണം മോർണിംഗിൽ നമുക്ക് ഫ്രീക്വന്റ് യൂറിനേഷൻ ഉണ്ടാകുന്നത് പോലെയല്ല രാത്രി ഉണ്ടാകുന്നത്. രാത്രി ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ഉറക്കം പ്രോപ്പറായിട്ട് കിട്ടാതെ വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഹോർമോൺസിൻ്റെ പ്രവർത്തനത്തിന് അത് എഫക്റ്റ് ചെയ്യും. പിന്നെ നമ്മുടെ അടുത്ത ദിവസത്തെയും അത് എഫക്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. അതുകൊണ്ട് നിങ്ങളൊരു ഈവനിങ് ടൈമിൽ വെച്ചിട്ട് വെള്ളം കുടിച്ച് നിർത്തുന്നതാണ് കേട്ടോ നല്ലത്. അടുത്തൊരു ഇതെന്ന് പറയുന്നത് വോമിറ്റിങ്ങോ അല്ലെങ്കിൽ വോമിറ്റിംഗ് ടെൻഡൻസിയോ നിങ്ങൾക്ക് ഉണ്ടാവുക. ഒരുപാട് നാൾ നമ്മൾ വീഡിയോസിൽ പറഞ്ഞിട്ടുള്ളൊരു ടോപ്പിക്കാണത്. പ്രഗ്നൻ്റ് ആയിട്ടുള്ള എല്ലാവർക്കും തന്നെ ഉണ്ടാകുന്ന, ഒട്ടുമിക്ക ആളുകൾക്കും തന്നെ ഉണ്ടാകുന്ന ഒരു ലക്ഷണമാണ് വോമിറ്റിംഗ് അല്ലെങ്കിൽ വോമിറ്റ് ചെയ്യാനായിട്ടുള്ള ടെൻഡൻസി എന്ന് പറയുന്നത്. ഏറ്റവും ആദ്യം നമ്മൾ വോമിറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് രാവിലെ ബ്രഷ് ചെയ്യുമ്പോൾ ഉള്ളാകുന്ന ആ ഒരു മഞ്ഞ ലിക്വിഡ് വോമിറ്റ് ചെയ്തുകൊണ്ടായിരിക്കും പലരും തന്നെ വോമിറ്റിങ്ങിലോട്ട് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുന്നത്. എന്നാൽ ചില ആളുകൾക്ക് ചിലപ്പോൾ ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ ആയിരിക്കും ഈ വോമിറ്റിംഗ് ഉണ്ടാകുന്നത് കേട്ടോ. മോർണിംഗ് സിക്നസിൻ്റെ കാറ്റഗറിയിൽ ഏറ്റവും കൂടുതൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒന്നാണ് വോമിറ്റിംഗ് എന്ന് പറയുന്നത്. ചില ആളുകൾക്ക് കണ്ടിന്യൂസ് ആ ഒരു ട്രൈമസ്റ്റർ ഫുള്ള് വോമിറ്റിംഗ് ഉണ്ടാകും. ചിലർക്ക് ഒന്നും തന്നെ കഴിക്കാനും പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരിക്കും ഉണ്ടാകുന്നത്. ചിലവരൊക്കെ മൂക്കൊക്കെ പൊത്തി പിടിച്ചിട്ടായിരിക്കും ഭക്ഷണം കഴിക്കുന്നത്. എന്ത് വെള്ളം കുടിച്ചാലും ജ്യൂസ് കുടിച്ചാലും ഫുഡ് കഴിച്ചാലും ഒക്കെ വോമിറ്റ് ചെയ്യുന്ന ആളുകളും ഉണ്ട് കേട്ടോ. അങ്ങനെ ഒരുപാട് പേർക്ക് ഒരുപാട് കണ്ടീഷൻസ് ഉണ്ടാവാറുണ്ട്. വോമിറ്റിംഗ് നിങ്ങൾക്ക് ഒരുപാട് കൂടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറോട് പറഞ്ഞിട്ട് നിങ്ങൾക്ക് മെഡിസിൻ എടുക്കാവുന്നതാണ്. അതുപോലെ നിങ്ങൾ ഒരുപാട് ടയേർഡായിട്ട് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡ്രിപ്പ് ഇട്ടിട്ടാണെങ്കിൽ ഒന്ന് ബോഡിയെ ബാക്ക് ടു നോർമൽ സ്റ്റേജിലോട്ട് കൊണ്ടുവരാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. കാരണം ഒരുപാട് വോമിറ്റിംഗ് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ഡീഹൈഡ്രേഷൻ ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. നമുക്ക് ന്യൂട്രീഷൻ്റെ ഡെഫിഷ്യൻസീസ് ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. ഡ്രിപ്പ് ഒന്ന് ഇട്ട് കഴിയുമ്പോഴേക്കും നമ്മൾ പണ്ടത്തെ പോലെ തന്നെ ഒന്ന് എനർജറ്റിക് ആവാനായിട്ടും ചാൻസ് ഉണ്ട് കേട്ടോ. ഇതും ഒരുപാട് പേർക്ക് ഉണ്ടാകുന്ന ലക്ഷണമാണ്. HCG ഹോർമോണിൻ്റെ ഹൈക്ക് കൊണ്ടും അതുപോലെ പ്രൊജസ്ട്രോൺ ഹോർമോണിൻ്റെ ഇൻക്രീസ് കൊണ്ടുമാണ് പലർക്കും ഈ ഒരു വോമിറ്റിംഗ് ടെൻഡൻസി അല്ലെങ്കിൽ വോമിറ്റിംഗ് ഉണ്ടാകുന്നത്. ഏകദേശം ഒരു ഫസ്റ്റ് ട്രൈമസ്റ്റർ ഒക്കെ തീരാറാവുമ്പോഴേക്കും ഈ ഹോർമോൺസ് ഒക്കെ ഒരുവിധം ഒന്ന് പീക്കിലെത്തിയിട്ടുണ്ടാകും. പിന്നീട് അങ്ങോട്ടേക്ക് കൂടാനായിട്ട് ചാൻസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ പലർക്കും ഫസ്റ്റ് ട്രൈമസ്റ്റർ എത്തുമ്പോൾ തന്നെ ഈ ഒരു വോമിറ്റിംഗ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ആവാറുണ്ട്. എന്നാൽ മറ്റു ചില ആളുകൾക്ക് ആ ഒരു വോമിറ്റിംഗ് സ്റ്റോപ്പ് ആവുന്നത് ചിലപ്പോൾ ഒരു ഡെലിവറിക്ക് ഏതാനും ദിവസങ്ങൾ മുൻപായിരിക്കും കേട്ടോ. എൻ്റെ ഫസ്റ്റ് പ്രഗ്നൻസിയിൽ അങ്ങനെയായിരുന്നു. വോമിറ്റിംഗ് സ്റ്റോപ്പ് ആയത് ആ ഡെലിവറിയുടെ ആ ഒരു ഏകദേശം ഒരാഴ്ച മുമ്പ് വരെ ഞാൻ വോമിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ സെക്കൻഡ് പ്രഗ്നൻസിയിൽ അങ്ങനെയല്ല. വോമിറ്റിംഗ് ഫസ്റ്റ് ട്രൈമസ്റ്റർ ആയപ്പോൾ തന്നെ സ്റ്റോപ്പ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരാളുടെ 2 പ്രഗ്നൻസിയുടെ ഡിഫറൻ്റ് ആകുമ്പോൾ നിങ്ങൾക്കും അതിനനുസരിച്ച് ലക്ഷണങ്ങൾ മാറാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അടുത്ത ഏറ്റവും കൂടുതൽ നമുക്കുണ്ടാവുന്ന, നമ്മൾ ഏറ്റവും കൂടുതൽ ഈ ഒരു ക്വസ്റ്റിന് നമുക്ക് ഉത്തരം എസ് എന്നാണെങ്കിൽ ഒരു 3/4 ഭാഗം വരെ നമുക്കൊന്ന് ഉറപ്പിക്കാനായിട്ട് സാധിക്കും. അതെന്ന് പറയുന്നത് മിസ്ഡ് പീരീഡ് ആണ്. നമ്മുടെ എക്സ്പെക്റ്റഡ് പീരീഡ് ഡേറ്റിൽ ബ്ലീഡിങ് വരുന്നില്ല എങ്കിൽ, അങ്ങനെ നീണ്ടു പോകാത്ത ഒരാളാണ് നിങ്ങളെങ്കിൽ, സഡൻ ആയിട്ട് പീരീഡ്സ് നിങ്ങൾക്ക് നീണ്ടു പോകുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾ പ്രഗ്നൻ്റ് ആകാനായിട്ട് ഏകദേശം ഒരു ഏറെക്കുറെ ചാൻസ് ഉണ്ടെന്ന് തന്നെയാണ് കേട്ടോ. ഒരുപാട് ആളുകൾക്ക് PCOD ഉള്ളത് കൊണ്ടും തൈറോയ്ഡ് ഉള്ളത് കൊണ്ടും ഒബിസിറ്റി ഉള്ളത് കൊണ്ടും മറ്റുള്ള ഹോർമോണൽ ഇംബാലൻസസോ അല്ലെങ്കിൽ അനീമിക് ആവുന്നത് കൊണ്ടോ അങ്ങനെയുള്ള പല ബുദ്ധിമുട്ടുകൾ കൊണ്ട് മെൻസ്ട്രേഷൻ നീണ്ടു പോകാറുണ്ട്. ഇങ്ങനെ നീണ്ടു പോകാത്തവരാണ് നിങ്ങളെങ്കിൽ പ്രോപ്പറായിട്ട് എല്ലാ തവണയും 1-2 ദിവസം മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലക്ച്വേഷൻ ഉണ്ടായിട്ടോ കൃത്യമായിട്ട് നിങ്ങൾക്ക് പീരിയഡ്സ് ആകുന്നവരാണ് നിങ്ങളെങ്കിൽ പെട്ടെന്നൊരു സഡൻ ചേഞ്ച് അതിൽ കാണുമ്പോഴേക്കും അത് ചിലപ്പോൾ പ്രഗ്നൻസിയുടേതാകാനായിട്ട് ചാൻസ് ഉണ്ട്. ചില ആളുകൾ എക്സ്പെക്റ്റഡ് പീരിയഡ് ഡേറ്റ് മിസ്സാകുന്നതിന് മുൻപ് തന്നെ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കുന്നവരുണ്ട്. നിങ്ങൾ അങ്ങനെ ഒരു മിസ്റ്റേക്ക് ചെയ്ത് നോക്കാതിരിക്കുക. പിന്നെ ഒരുപാട് ക്യൂരിയസ് ആയിട്ടുള്ള ആളുകൾ ചെയ്ത് നോക്കുന്നത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. പക്ഷേ ടെസ്റ്റിൽ റിസൾട്ട് കണ്ടിട്ട് നെഗറ്റീവ് ആണ് ഒരു നെഗറ്റീവ് റിസൾട്ട് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഓവറായിട്ട് ടയേർഡായി പോകുന്നവരോ സ്ട്രെസ്ഡ് ആവുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ അത്രയും നേരത്തെ കാർഡ് ടെസ്റ്റ് ചെയ്യേണ്ടെന്ന് തന്നെ ഞാൻ പറയുള്ളൂ കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ നാട്ടിൽ ഉപയോഗിക്കുന്ന പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റ്, യൂറിൻ പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റ് വെച്ചിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോഴേക്കും ഒരു 25-നടുത്തേക്ക് HCG ഹോർമോണിൻ്റെ ലെവൽ എത്തിക്കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ നാട്ടിൽ യൂസ് ചെയ്യുന്ന പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റുകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് പോസിറ്റീവ് റിസൾട്ട് കിട്ടുകയുള്ളൂ. എന്നാൽ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ ഇപ്പോൾ ഇറഗുലർ മെൻസ്ട്രൽ സൈക്കിൾ ഉള്ളവർക്ക് ചിലപ്പോൾ കൃത്യമായിട്ട് ഓവുലേഷൻ നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്ത് നടന്നിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഓവുലേഷൻ ലേറ്റ് ആയി കഴിഞ്ഞാൽ ഒബ്വിയസ്ലി നമുക്ക് ഇംപ്ലാന്റേഷൻ ലേറ്റ് ആവും. HCG ഹോർമോണിൻ്റെ ഇൻക്രീസിനും കുറച്ച് ലേറ്റ് അവിടെ ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. അങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മൾ പീരിയഡ് ഡേറ്റ് മിസ്സാകുന്നതിന് മുൻപ് തന്നെ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ HCGയുടെ അളവ് ഒരു 25-നടുത്ത് എത്തിയിട്ടില്ല എങ്കിൽ നമുക്ക് അവിടെ നെഗറ്റീവ് കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട്. ചിലർക്ക് ഫെയിൻറ്റ് ലൈൻ കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴേക്കും പലരും കൺഫ്യൂസ്ഡ് ആവാറുണ്ട്. ടെസ്റ്റ് റിസൾട്ട് നെഗറ്റീവാണ്, അപ്പം ഇനി ആവില്ല എന്ന് വിചാരിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. അങ്ങനെ വരുന്നവർ ആ ഒരു സിറ്റുവേഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ പീരിയഡ്സ് മിസ്സായിട്ട് 5 ദിവസമെങ്കിലും കഴിഞ്ഞിട്ട് മോർണിംഗിലെ ആദ്യത്തെ യൂറിൻ എടുത്തിട്ട് വേണം നിങ്ങൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട്. മോർണിംഗിൽ നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ
ആണെങ്കിൽ ഒരു 4-5 മണിക്കൂർ വരെ നിങ്ങൾ യൂറിനേറ്റ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ മിനിമം ഒരു 4 മണിക്കൂർ വരെ നിങ്ങൾ യൂറിനേറ്റ് ചെയ്തിട്ടില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷവും ഒരുപാട് വെള്ളം നമ്മൾ കുടിച്ചിട്ടില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷവും നിങ്ങൾ ആ യൂറിൻ സാമ്പിൾ കളക്ട് ചെയ്ത് വെക്കുക. ദെൻ ഉടനെ തന്നെ ആ ഒരു പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റിൽ ഇട്ടിട്ട് നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കുക കേട്ടോ. കഴിയുന്നവരാണെങ്കിൽ രാവിലെ ആദ്യത്തെ യൂറിനിൽ തന്നെ എടുക്കുക. കാരണം അങ്ങനെയാണെങ്കിൽ മാത്രമേ HCGയുടെ ലെവൽ അതിൽ ഒരുപാട് ഉണ്ടാവുകയുള്ളൂ കേട്ടോ. അപ്പോൾ ഈ 5 ചോദ്യങ്ങൾക്കും നിങ്ങൾക്ക് കൃത്യമായിട്ട് യെസ് എന്ന് ഉത്തരം വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകാനായിട്ടുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് പറയാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് വന്നതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് സൈക്കിളിൽ എണ്ണി പറയുന്നതാണ്, കലണ്ടറിൽ എണ്ണി പറയുന്നതാണ് കേട്ടോ നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. അത് പ്രോപ്പറായിട്ട് പറയാനായിട്ട് ശ്രദ്ധിക്കുക. ഒപ്പം നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് കലണ്ടറിലൂടെ മാത്രമായിരിക്കണം. 30-31 ദിവസം വരുമ്പോൾ അല്ലെങ്കിൽ ഓവുലേഷൻ ഡേറ്റിന് മാറാനായിട്ട് ചാൻസ് ഉണ്ട്. അതോടൊപ്പം ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.